വയനാട് മുട്ടിൽ മരമുറി കേസിൽ കർഷകരെ ബലിയാടാക്കാൻ റവന്യൂ വകുപ്പിന്റെ രംഗത്ത്. വനം കൊള്ളക്കാരനായ മാധ്യമ മുതലാളിയെ രക്ഷിക്കാൻ പാവപ്പെട്ട കർഷകർക്കെതിരെയാണ് നടപടിക്ക് നീക്കം. അപാകത ആരോപിച്ച് 29 കർഷകരുടെ അപ്പീൽ റവന്യൂ ഡിവിഷൻ ഓഫീസർ തള്ളിയതാണ് പുതിയ നീക്കം. ഇതോടെ വനവാസികൾ ഉൾപ്പെടെയുള്ള കർഷകർ വലിയ ആശങ്കയിലാണ്. അതേസമയം കർഷകർക്ക് നോട്ടീസ് അയച്ച സംഭവത്തിൽ ന്യായീകരണവുമായി റവന്യൂ മന്ത്രി കെ രാജൻ രംഗത്ത് വന്നു. അനധികൃത മരമുറി ഉണ്ടായാൽ യഥാർത്ഥ ഉത്തരവാദിത്തം കർഷകനായിരിക്കും എന്നതാണ് ചട്ടം. മന്ത്രി പറഞ്ഞത് ഇങ്ങനെ: കർഷകർക്കെതിരായിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് ഒരു കാരണവശാലും പോകാനാകാത്തതാണ് എന്ന് നേരത്തെ തന്നെ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിരുന്നു. ഇതുമായി KLC ആക്ടുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എടുക്കേണ്ടത് കോസി ജുഡീഷ്യറി സംവിധാന പ്രകാരമുള്ള ഒരു നടപടിക്രമമാണ്. അതനുസരിച്ച് നടപടിക്രമം എടുത്താലും സർക്കാരിന് അതിൽ റിവിഷൻ ഇടപെടാനുള്ള അവകാശമുണ്ട്. സ്വാഭാവികമായിട്ടും ആ പ്രശ്നത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏതെങ്കിലും വിധത്തിൽ നേരിട്ട് ഇടപെടാത്തതായിട്ടുള്ള തങ്ങളുടേതല്ലാത്ത കുറ്റം കൊണ്ട് അതിൽ പെട്ടുപോയതായിട്ടുള്ള കർഷകരോട് ഒരു വിധത്തിലുള്ള ദ്രോഹ നടപടികളും സ്വീകരിക്കാൻ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. സർക്കാരിന് ആ വിധത്തിൽ അഭിപ്രായമില്ല. ഈ നോട്ടീസാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ നോട്ടീസ് ഒരു കാരണവശാലും ഏതെങ്കിലും പഴ ചുമത്താനുള്ള നോട്ടീസല്ല. അവർക്ക് നേരത്തെ കിട്ടിയിരുന്ന കത്തിൽ ഒരു അപ്പീൽ സമർപ്പിച്ചിരുന്നു. ആ അപ്പീൽ കേൾക്കുന്നതിന് മുമ്പ് ആവശ്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കണമെന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു റിമൈൻഡറാണ് യഥാർത്ഥത്തിൽ. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് PS അർജുനും ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐസൺ ജോസും ചേരുന്നു. ആദ്യം PS അർജുനിലേക്ക്. അർജുൻ, വയനാട്ടിൽ മുട്ടിൽ മരമുറി കേസിൽ ഇപ്പോൾ പാവപ്പെട്ട കർഷകരെ കുടുക്കുന്ന സമീപനമാണ് റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. എന്നാൽ വമ്പൻ വനം കൊള്ളക്കാരനെതിരെ നടപടികൾ അവർ കടുപ്പിക്കുന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കർഷകരുടെ മേൽ ചുമത്താനുള്ള നീക്കത്തിന് റവന്യൂ വകുപ്പും പച്ചക്കൊടി കാട്ടുന്നു. അങ്ങനെയല്ലേ കരുതേണ്ടത് അർജുൻ? എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ മന്ത്രി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സർക്കാരിന്റെ നിലപാടാകെ മാറിയിരിക്കുന്ന അവസ്ഥയാണ്. അതായത് കർഷകർ തന്നെയാണ് അതിൽ പ്രതികളാവുക, തങ്ങൾക്ക് അതായത് റവന്യൂ വകുപ്പിന് ഇതിലൊന്നും ചെയ്യാനില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അന്ന് ഇത്തരത്തിലല്ല സർക്കാർ പറഞ്ഞിരുന്നത്. സർക്കാരിന് സാധാരണ ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും വരില്ല, ആദിവാസികൾക്കോ അല്ലെങ്കിൽ വനവാസികൾക്കോ അങ്ങനെയുള്ള ആളുകൾക്കൊന്നും യാതൊരു പ്രശ്നവും വരില്ല എന്ന രീതിയിലാണ് അന്ന് സംസാരിച്ചിരുന്നത്. ഇന്നിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ 29 കർഷകരുടെ അപ്പീലാണ് അപാകത ആരോപിച്ച് തള്ളിയിരിക്കുന്നത്. അതായത് ഇവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ആശയമാണ് ഇനി ഇത്തരത്തിലുള്ള ഒരു അപ്പീൽ നൽകുക എന്ന് പറയുന്നത്. തങ്ങൾ വലിയ കടക്കണിയിലേക്ക് വീണു പോകാൻ ഒരുങ്ങുകയാണ്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ നേരത്തെ ഉയർത്തിക്കൊണ്ട് പിന്നീട് എന്നിട്ടും സർക്കാർ കണ്ണു തുറക്കാത്തതിനെ തുടർന്ന് ഇപ്പോൾ ഒരു അപ്പീൽ നൽകിയിരിക്കുന്നത്. ആ അപ്പീലും ഇപ്പോൾ ഇവർക്ക് തള്ളിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രതികളാകുന്നത് ഈ വനവാസികൾ ഉൾപ്പെടുന്ന ഈ സാധാരണ ജനങ്ങളാണ്, ഈ തോട്ടം ഉടമകളാണ്. അതായത് ഇവരുടെ പറമ്പിൽ നിന്ന് മുറിച്ച മരങ്ങളാണ് ഈ ആന്റോ അഗസ്റ്റിനും അതുപോലെ തന്നെ റോജി അഗസ്റ്റിനും അടക്കമുള്ളവർ കൊണ്ടുപോയി അത് പിന്നീട് ഇവരുടെ കൈവശം പണമാക്കുവാൻ ശ്രമിച്ചത്. അത്തരത്തിൽ വരുമ്പോഴാണ് സർക്കാർ പിന്നീട് ഇടപെട്ടുകൊണ്ട് കൃത്യമായി തന്നെ ഈ ആന്റോ അഗസ്റ്റിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പിന്നീട് ഈ പാവങ്ങളുടെ മേൽ കുതിര കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് ഒരു കാരണവശാലും സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല. അതിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. ആ പ്രതിഷേധം ഇനിയും ആളിക്കത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ വരികയാണെങ്കിൽ അതായത് ഇവരിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് നേരെയാണ് ഇനി ഈ പ്രശ്നങ്ങൾ വരുന്നതെങ്കിൽ പിന്നീട് ഈ മരം മുറിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പണം നൽകേണ്ടി വരും. മാത്രമല്ല ഈ മരത്തിലുപരി ഇതിൽ എത്രയാണോ ഈ പിഴ വരുന്നത് ആ പിഴയടക്കം ഒടുക്കേണ്ട ഗതികേടിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇവർ വരുന്നതാണ്. അതായത് ഈ കർഷകർ വരും, മാത്രമല്ല വനവാസി വിഭാഗങ്ങൾ വരും. നേരത്തെ ഈ റോജി അഗസ്റ്റിൻ അടക്കമുള്ള അഗസ്റ്റിൻ സഹോദരന്മാർ പറഞ്ഞിരുന്നത് തങ്ങൾ നിർബന്ധിച്ചില്ല, അവരുടെ സമ്മതത്തോടെയാണ് ഇത് മുറിച്ചത് എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഇവരെ വഞ്ചിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചത് മാത്രമല്ല നിയമത്തെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അന്നത്തെ ജില്ലാ കളക്ടറെ അടക്കം DFO അടക്കം ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിസ്ഥാനത്ത് നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നിയമത്തെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിയമത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മരം അന്ന് മുറിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ അന്ന് നോക്കുമ്പോൾ 112 രാജകീയ മരങ്ങളാണ് അന്ന് മുറിച്ചത്. 1-2 112 രാജകീയ മരങ്ങൾ. അതിൽ 500 വർഷം പഴക്കമുള്ള 3 മരങ്ങളുണ്ട്, 400 വർഷം പഴക്കമുള്ള 9 മരങ്ങളുണ്ട്. ഇതിൽ റോജി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവരെ കൃത്യമായി തന്നെ കുറ്റക്കാരാണെന്ന് നേരത്തെ തന്നെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ തന്നെയും ഇവരെ പ്രതിയാക്കുന്നതോട് വണ്ണം അല്ലെങ്കിൽ ഇവരെ കൂടുതൽ കുറ്റക്കാരാക്കുന്നതോട് വണ്ണം ഉള്ള ഒരു
തെളിവുകളൊന്നും ഹാജരാക്കുവാൻ സർക്കാരിന് സാധിച്ചിരുന്നില്ല. സർക്കാർ അതിൽ പൊടിയിട്ടു എന്ന് കണ്ണിൽ പൊടിയിട്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്തരത്തിൽ അവർക്കെതിരെ കൃത്യമായ ഒരു രേഖകളൊന്നും കൊടുക്കാതെ അവർ സംരക്ഷിതരായി നിൽക്കുന്നു. ഇപ്പോഴും ഒരു ചാനലിന്റെ MD ആയി അടക്കം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഉന്നത മേഖലകളിലൊക്കെ നിൽക്കുന്ന ആളുകളെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ഈ സാധാരണക്കാരനെ മാത്രം പിഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഇവിടെയുള്ള ആളുകൾ അടക്കം പറയുന്നത്, അല്ലെങ്കിൽ വനവാസികളടക്കം പറയുന്നത്. അതെ, വളരെ വ്യക്തമാണ്. സാധാരണ കർഷകരെ ദ്രോഹിക്കുന്ന ഒരു സമീപനം റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഈ കേസ് നന്നായി പഠിച്ചിട്ടുള്ള ഐസൺ ജോസ് കൂടി ചേരുന്നു. ഐസൺ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ കർഷകർ നൽകിയ അപ്പീലുകൾ തള്ളുകയാണ്. കർഷകരുടെ ഭൂമിയിൽ നിന്ന് മരം പോയിട്ടുണ്ടെങ്കിൽ അവരാണ് ഉത്തരവാദികൾ എന്നുള്ള തരത്തിലാണ് റവന്യൂ വകുപ്പിൻ്റെ നീക്കം. എന്നാൽ നേരത്തെ അർജുൻ പറഞ്ഞതുപോലെ അഗസ്റ്റിൻ സഹോദരങ്ങൾ ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്തുണ്ടെങ്കിലും അവരെ കൂടുതൽ കുറ്റക്കാരാക്കുന്ന തരത്തിലുള്ള തെളിവുകളോ ഒന്നും ഹാജരാക്കാതെ ഈ പാവപ്പെട്ട കർഷകരുടെ മേൽ ഈ മരം നഷ്ടപ്പെട്ടതിൻ്റെ കുറ്റമെല്ലാം അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമമല്ലേ ഇപ്പോൾ നടക്കുന്നത് ഐസൺ ജോസ്? തീർച്ചയായും വിനോദ്, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മരങ്ങൾ മുറിക്കുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പട്ടയം കിട്ടിയ ഭൂമിയിലായിരിക്കും. ആ പട്ടയം കിട്ടിയ ഭൂമിയിലെ ഇത്തരത്തിലുള്ള രാജകീയ വൃക്ഷങ്ങളുണ്ട്. ആ രാജകീയ വൃക്ഷങ്ങൾക്ക് പുറമേയുള്ള വൃക്ഷങ്ങൾ സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ പുറമേയുള്ള വൃക്ഷങ്ങൾക്ക് പകരമായി അല്ലെങ്കിൽ പുറമേയുള്ള ചില സംവിധാനങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനും അത് കൃഷി ചെയ്യുന്നതിനുമായി ഭൂമി ഉപയോഗിക്കാനുള്ള ഒരു അനുമതിയാണ് ഈ നയത്തിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പട്ടയത്തിലൂടെ നൽകുന്നത്. ഈ പട്ടയത്തിലൂടെ ലഭിച്ച ഭൂമിയിലുള്ള എല്ലാ മരങ്ങളും മുറിച്ചു മാറ്റുന്നതിന് ഉള്ള ഒരു ഉത്തരവ് സാങ്കേതികമായി ഉണ്ടാക്കുകയായിരുന്നു. അതായത് നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഈട്ടി പോലുള്ള രാജകീയ മരങ്ങളോ അതുപോലെ തന്നെ ചന്ദനം പോലുള്ള മരങ്ങളൊന്നും മുറിക്കാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കെ ആ മരങ്ങൾ മുറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉത്തരവ് നിയമവിരുദ്ധമായി സൃഷ്ടിക്കുകയും അത് ചെറിയൊരു കാലയളവിൽ മാത്രം നിലനിർത്തുകയും പെട്ടെന്ന് തന്നെ ആ ഉത്തരവ് ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. അത്തരത്തിൽ ആ ചെറിയ ഇടവേളയ്ക്കുള്ളിൽ ഉത്തരവ് നിലനിൽക്കുന്നു എന്ന് കാണിച്ച് ഒരു മോഷണമാണ് ആൻഡോ അഗസ്റ്റിനും അതുപോലെ തന്നെ സഹോദരൻ റോജി അഗസ്റ്റിനും ജോസ്കുട്ടി അഗസ്റ്റിനും എല്ലാം തന്നെ ചെയ്തത്. അത്തരത്തിലുള്ള ഒരു തെറ്റ്, തുടർച്ചയായ ആ തെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ചെറിയൊരു ഇടവേള ഉണ്ടാക്കിയെടുത്ത് ആ ഇടവേളയിൽ ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മരങ്ങൾ മുറിച്ച് ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് വീടുകളിലെത്തി അല്ലെങ്കിൽ ഈ ഭൂ ഉടമകളുടെ അടുത്തെത്തി മരങ്ങൾ മുറിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. സ്വാഭാവികമായും ഈ മരങ്ങൾ മുറിക്കുമ്പോൾ ആ മരങ്ങൾ നിലനിൽക്കുന്ന ആ ഭൂമിയുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് പട്ടയ മുതലാളി തന്നെയാണ്, പട്ടയ ഉടമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പട്ടയ ഉടമയ്ക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന രീതിയിൽ ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുകയും പട്ടയം ഉടമ ഇത് സംബന്ധിച്ചുള്ള പിഴ അടയ്ക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യണം, അല്ലെങ്കിൽ അതിനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഈ നോട്ടീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും നിയമ നടപടികൾ ഒഴിവാക്കണമെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ 15 ദിവസത്തെ കൂടി സമയം നൽകിയിരിക്കുന്നു എന്നത് മാത്രമാണ്. ഇപ്പോൾ നേരത്തെ കെ രാജൻ പറഞ്ഞതുപോലെ പട്ടയ ഉടമയുടെ ഉത്തരവാദിത്വത്തിൽ തന്നെയാണ് മരങ്ങൾ ഉണ്ടാവുക. ആ മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ സ്വാഭാവികമായും ആ ഉത്തരവാദിത്വം പട്ടയ ഉടമയ്ക്ക് തന്നെയാണ് വരിക എന്നാണ് പറയുന്നത്. ഇത് സംബന്ധിച്ചൊരു വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന്, അതായത് ഈ റവന്യൂ മന്ത്രി ഇപ്പോൾ പറഞ്ഞ വാക്കുകളിൽ നിന്നും ഒരു നോട്ടീസ് 15 ദിവസത്തേക്ക് കൂടി സമയം നൽകിയിരിക്കുന്നു എന്ന് മാത്രമാണ്. പക്ഷേ അത്തരത്തിൽ കർഷകരെല്ലാം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കർഷകർ മരം മുറിച്ച് കൊണ്ടുപോയ സ്ഥലത്തിൻ്റെ ഉടമകൾ ഇത് സംബന്ധിച്ച് മറ്റു നടപടികളിലേക്ക് നീങ്ങേണ്ടതില്ല എന്ന ഒരു സർക്കാർ വിജ്ഞാപനം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയാലേ കർഷകർ രക്ഷപ്പെടുകയുള്ളൂ. അത് സംബന്ധിച്ച് ഒരു പരാമർശവും മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് മാത്രമല്ല 15 ദിവസത്തെ കൂടി സമയം നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ അപ്പീൽ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം, നടപടികൾ ഇല്ലാതിരുന്ന പക്ഷം കുറേ കൂടി സമയം നീട്ടി നൽകുന്നു, 15 ദിവസം 2 ആഴ്ച കൂടി നൽകുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ നോട്ടീസിലുള്ളത്. അതിനുശേഷം ഇതേ നടപടി വീണ്ടും റവന്യൂ റിക്കവറിയും അതുപോലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പീൽ നൽകിയാലും തുടർവാദങ്ങൾക്ക് ശേഷവും നടപടി ഉണ്ടാകും. ഇത് റിവിഷൻ ചെയ്യാനുള്ളൊരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതായത് അത് റിവ്യൂ എന്ന രീതിയിൽ ഇടപെടുന്നതിന് നമുക്കറിയാവുന്നതാണ്, RDO കോടതി പോലെ ഇടപെടുന്ന ഒരു വിഷയമാണത്. റിവ്യൂ എന്ന രീതിയിൽ സർക്കാരിന് ഇടപെടാൻ അവകാശമുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ പ്രായോഗികമായ വശം, അന്ന് റിവ്യൂ എന്ന രീതിയിൽ സർക്കാർ ഇടപെടുമ്പോൾ അത് പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ സാങ്കേതികമായി സമയം നീട്ടിക്കൊടുക്കാനൊക്കെ സാധിക്കുമായിരിക്കും എങ്കിൽ കൂടി RDO കോടതിയുടെ ആ ഒരു നിലപാടിൽ നിന്നും അടിസ്ഥാനപരമായി മരം മുറിക്കപ്പെട്ട ഭൂമിയുടെ ഉടമ നഷ്ടപരിഹാരം നൽകണം എന്നൊരു നിലപാടിൽ നിന്നും മാറാനുള്ള സാധ്യതയില്ല. എങ്കിൽ കൂടി ചില റിലാക്സേഷൻസ് കൊടുക്കാം എന്നത് മാത്രമാണ് അന്ന് സർക്കാരിന് സാധിക്കുക. പകരം ഈ കർഷകരെല്ലാം തന്നെ ഈ പ്രത്യേക മരമുറി നടന്ന കേസിലെ കർഷകരായവർക്ക് നേരെ നടപടി ഉണ്ടാകാതിരിക്കുന്നതിന് ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ച് പൂർണ്ണമായും നിയമ നടപടികളെ ഇല്ലാതാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്താനുള്ള യാതൊരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നതാണ് നിലവിൽ ഈ പ്രശ്നത്തിൽ ഒരു സങ്കീർണ്ണ വിഷയമായി നിലനിൽക്കുന്നത്.